ഹായ് ഗൈസ്, ഇന്ന് കുറച്ച് കക്ക കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ കക്ക. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്മമ്മയാണ് കേട്ടോ കൊണ്ടുവരുന്നത്. ഇടത്തരം കക്കയാണ്. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കഴുകി ഒന്ന് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. കുറച്ച് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്രൈ ചെയ്യാനായിട്ട് വേവിക്കാനായിട്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അവർ കുറച്ച് വേവിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. എന്നാലും നമ്മൾ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഫ്രൈക്ക് ആവശ്യമായിട്ട് 2 സവാള ഇതേ രീതിയിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു മുളകും അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കക്ക ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. വീട്ടിൽ കറിവേപ്പില തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറിവേപ്പില ഇല്ലായിരുന്നേ. പിന്നെ ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് വറ്റൽമുളക്, ഒരു 2-3 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലേൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ, ഇല്ലാത്തത് കൊണ്ടാണ്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല രീതിക്കൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാമായിരിക്കും കക്ക ഇറച്ചി ഫ്രൈ ഒക്കെ ചെയ്യാനായിട്ട്. പക്ഷേ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ആ ഉള്ളിയും അതേപോലെ തന്നെ ആ മുളകും കൂടി അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിക്ക് ഒന്ന് മിക്സാക്കി എടുത്ത് ഒരു ഫ്രൈ ആവുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് എടുക്കണം. അങ്ങനെ നല്ലപോലെ ഒന്ന് ഇളക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളീൻ്റെ കളറെല്ലാം മാറി ഒരു ബ്രൗൺ കളർ ആവണം കേട്ടോ. എന്നിട്ടാണ് അതിലേക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഉള്ളീൻ്റെ കളറെല്ലാം മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് ഇടാം. അതേപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഇപ്പോൾ കക്ക കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. കക്ക എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെ വേവിച്ച് വെച്ച കക്കേനെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. കുറച്ച് നേരം മൂടി വെച്ചൊന്ന് വേവിക്കും കേട്ടോ. ഇതൊരു 5 മിനിറ്റോളം ഒന്ന് വേവിച്ചിട്ടുണ്ടായിരുന്നേ. വേവിച്ചതിന് ശേഷം എന്താ ഇളക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കക്കയിൽ മസാലയെല്ലാം പിടിച്ച് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു കക്ക ഇറച്ചിയാണ്. അപ്പോൾ ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണേ. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ എരിവൊക്കെ ഒത്തിരി കൂടുതലാണെങ്കിൽ അത് കുറച്ച് മാറാനായിട്ടാണ്. പിന്നെ നല്ല ടേസ്റ്റും കൂടി ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മുടെ കക്ക ഇറച്ചി ഫ്രൈ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ